ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നോമ്പ് ധ്യാന ചിന്തയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഹ്യൂമിലിറ്റി അഥവാ താഴ്മ എന്ന വിഷയമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. മനുഷ്യന്റെ ശ്രേഷ്ഠതയ്ക്ക് പരിക്കു പറ്റുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ യേശു എന്നും ഉത്സാഹിച്ചിരുന്നു. ലീസ്റ്റ്, ലോസ്റ്റ്, ലാസ്റ്റ് എന്ന വിശേഷണമുള്ളവരോടൊപ്പം ആയിരുന്നു യേശു എന്നും. ചെറിയവരും നഷ്ടപ്പെട്ടവരും ഒടുവിലത്തേതുമായ ചിലരെ തിരഞ്ഞു പിടിക്കുകയും അങ്ങനെ യേശു കടൽപ്പുറത്ത് നിന്ന് തൻ്റെ ദൗത്യം ആരംഭിക്കുകയുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വേദഭാഗം യേശു പറയുന്ന ഒരു ഉപമയാണ്. പരീശനും ചുങ്കക്കാരും ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ്. പരീശന്റെ പ്രാർത്ഥന ഇപ്രകാരമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ ഇങ്ങനെയുള്ളവരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്നു: ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു എന്നും നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നും. എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന മറ്റൊരു വിധത്തിലായിരുന്നു. അവൻ ദൂരത്ത് മാറി നിന്ന് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്: ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. ഈ 2 പ്രാർത്ഥനയുടെയും ഫലം എന്തായിരുന്നെന്നാൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോവുകയും എന്നാൽ പരീശൻ അങ്ങനെ അല്ലതാണ്. ഈ പറഞ്ഞതിൻ്റെ സന്ദർഭം എന്തെന്നാൽ തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ചാണ് യേശു പറയുന്നത്. ഇതൊരു സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തിരുവെഴുത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്: ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അതിനാൽ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ സാധ്യതയുടെ ഒരു അനന്ത ലോകം ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. അത്തരമൊരു പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഏതൊരു മനുഷ്യനെയും ചെറിയവനെന്നോ വലിയവനെന്നോ നമുക്ക് വേർതിരിക്കുവാനും ആവില്ല. ഇത് കടൽ തീരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ തിരയെന്നും വലിയ തിരയെന്നും എന്ന ഒന്നില്ല, ഉള്ളത് ജലം മാത്രം എന്നത് തന്നെ. അതിനാൽ തന്നെ നിസാരൻ എന്ന ഒരു പദപ്രയോഗം തന്നെ മറ്റുള്ളവരോട് പാടില്ല എന്നതാണ്. നിസാരൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സാരമില്ലാത്തവർ എന്നതാണ്. അതിനാൽ മനുഷ്യന്റെ ശ്രേഷ്ഠതയെ ഹനിക്കുന്നതിനേക്കാൾ വലിയ പാപം എന്താണ് ഉള്ളത് എന്ന് ഈ ചിന്തകൾ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിൽ യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നുവെന്നും മുൾമുടി ധരിപ്പിക്കുന്നുവെന്നും ഒക്കെ വായിക്കുമ്പോൾ നമ്മെ അത് ഭാരപ്പെടുത്തുമെങ്കിലും അതിനേക്കാൾ നമുക്ക് പ്രയാസം അനുഭവിക്കുക അവൻ്റെ മുഖത്ത് തുപ്പി എന്നതും അവൻ്റെ കന്നത്തടിച്ചു എന്നെല്ലാം എഴുതിയത് വായിക്കുമ്പോൾ തന്നെയാണ്. അത്രമേൽ നിന്ദിക്കപ്പെട്ടിട്ടും അതിനോടുള്ള യേശുവിൻ്റെ സമീപനം എന്നുള്ളത് ഒരു പ്രഭുവിൻ്റെ തലത്തിൽ തന്നെ ആയിരുന്നു എന്നതാണ്. അത് തൻ്റെ ക്രൂശിൽ കിടക്കുമ്പോഴും തൻ്റെ പ്രകടിത ഭാവമായി കാണുന്നതും ലോകരക്ഷിതാവ് എന്ന നിലയിലാണ്. അത് മനസ്സിലായിട്ട് തന്നെ വേണം ക്രൂശിൽ തൻ്റെ അടുത്ത് കിടക്കുന്ന വ്യക്തി യേശുവിനോട് പറയുകയാണ്: നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന്. അതിൻ്റെ മറുപടിയും യേശു അപ്പോൾ തന്നെ നൽകുകയാണ്: ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്. യേശുവിൻ്റെ പീഡാസഹനങ്ങളെ അനുസ്മരിക്കുന്നതോടൊപ്പം അതിനായി മനസ്സും ശരീരവും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന സാഹചര്യം കൂടിയാണ്. യേശുവിൻ്റെ ദൗത്യ പ്രഖ്യാപനം എന്നത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് സൗഖ്യവും പീഡിതരെ വിടിവിച്ചയക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഒരു നോമ്പ് അനുഭവവും ഇതുതന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു തലത്തിലേക്ക് നാം വീണ്ടും സജ്ജനാകുന്നതിനായി ഞാൻ കുറവുള്ളവനാണ് എന്ന ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും
ഒരു പുതുക്കത്തിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുകയും ചെയ്യുക എന്ന ഒരു പ്രക്രിയയോട് നാം ചേർന്നിരിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ യഥാർത്ഥ നോമ്പനുഭവം നമ്മെ താഴ്മ ധരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കായി സന്നദ്ധരാക്കുന്നതിന് വീണ്ടും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.